ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിരഞ്ജനും അക്ഷരയും ദേവികയുടെ കാര്യം സംസാരിക്കുകയാണ്. ചന്ദ്ര ഏതായാലും ഇപ്പോൾ സിദ്ധുവുമായിട്ട് ദേവികയുടെ കല്യാണത്തിന് സമ്മതം മൂളിയ സ്ഥിതിക്ക് ദേവികയെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം, അതിനുള്ള വഴിയാണ് ഇനി നോക്കേണ്ടത് എന്ന് പറയുമ്പോൾ അക്ഷര പറയാണ് ദേവിക അതിന് സമ്മതിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം, അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ന് അക്ഷരയോട് പറയാണ്. അല്ല, ഈ വീട് നിനക്ക് ഇഷ്ടമായോ എന്ന് അക്ഷരയോട് ചോദിക്കാട്ടോ. അവർ വാടക വീട്ടിലേക്ക് താമസം മാറുകയാണ്. തങ്കച്ചി എത്രയും പെട്ടെന്ന് അവരുടെ വീട്ടിൽ നിന്നും അവരെ അടിച്ചു പുറത്തിറക്കും എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് അവരൊരു വാടക വീട് കണ്ടെത്തി അതിലേക്ക് താമസം മാറാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അക്ഷര പറയണ ഡാഡി കൂടി നമ്മളോടൊപ്പം വരികയായിരുന്നെങ്കിൽ ഒരു സന്തോഷമായേനെ എന്ന് പറയാം. നിരഞ്ജൻ പറയണ അതിന് നിന്റെ ഡാഡിക്ക് നിന്റെ അമ്മയുടെ ഓർമ്മകൾ നിറഞ്ഞ വീടല്ലേ, അതുകൊണ്ട് ആ വീട് വിട്ട് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അക്ഷര പറയണ ഡാഡിക്ക് അമ്മയായിരുന്നു എല്ലാത്തിനുമുള്ള ബലം, അമ്മ പോയതോടെ ഡാഡി തന്നെ തളർന്നു പോയി എന്ന് പറയുമ്പോൾ നിരഞ്ജൻ ചോദിക്കാണ് അല്ല നിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ അല്ല അത് നിങ്ങളല്ലേ പറയേണ്ടത്, ഞാനാണോ നിങ്ങളുടെ ബലം എന്നുള്ളത് നിങ്ങളല്ലേ പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നീ തന്നെയാണ് എൻ്റെ ബലം എന്ന് നിരഞ്ജൻ അക്ഷരയോട് പറയട്ടെ. അത് കേൾക്കുമ്പോൾ അക്ഷരയ്ക്കും ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ അവർ വാടക വീട്ടിലേക്ക് മാറിയ കാര്യം ഞാൻ അമ്മയെ വിളിച്ചൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് നിരഞ്ജൻ്റെ അമ്മയ്ക്ക് ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ് അല്ല മോനെ, നീ എന്തിനാണ് വാടക വീട്ടിലേക്ക് പോയത്, നിനക്ക് ഇവിടേക്ക് വന്നൂടെ, നിനക്കും അക്ഷരയ്ക്കും ഇവിടെ താമസിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ പൊന്നുമണി അപ്പോഴത്തേക്കും വരികയാണ്. അപ്പോൾ പൊന്നുമണിയാണെങ്കിൽ ഒരു കുശുമ്പോട് കൂടിയാണ് സംസാരിക്കുന്നത്. നിരഞ്ജനും അക്ഷരയും അവിടേക്ക് വന്ന് താമസിക്കുന്നത് ഇഷ്ടമില്ല എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ അത് ഫോണിലൂടെ നിരഞ്ജൻ കേൾക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നിരഞ്ജൻ പറയുന്നുണ്ട് എനിക്ക് അവിടേക്ക് വരുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല അമ്മേ, പക്ഷേ ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ തിരിച്ച് അവിടെ നിന്നും പോരേണ്ടതല്ലേ, ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ തങ്കച്ചിയുടെ കയ്യിൽ നിന്നും ആ വീട് എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കും, അതിനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവിടേക്ക് തന്നെ ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും അമ്മേ എന്നൊക്കെ പറഞ്ഞു പൊന്നുമണിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് അമ്മയ്ക്ക് അക്ഷരയോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുകയാണ്. അങ്ങനെ അക്ഷര സുഖവിവരങ്ങളൊക്കെ ചോദിച്ചറിയാണ്. പൊന്നുമണിക്കൊക്കെ സുഖമില്ലേ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചറിഞ്ഞ ശേഷം അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞങ്ങൾ ആ വീട് എത്രയും പെട്ടെന്ന് തങ്കച്ചിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കും, അച്ഛന് കുറച്ച് പ്രോപ്പർട്ടീസുകളുണ്ട് അതെല്ലാം എത്രയും പെട്ടെന്ന് വിൽക്കും, എന്നിട്ട് ഞങ്ങളുടെ വീട് ഞങ്ങൾ സ്വന്തമാക്കും എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ഫോൺ വെച്ച ശേഷം പൊന്നുമണി പറയാണ് അതൊരിക്കലും അവർക്ക് ആ വീട് ഇനി കിട്ടാൻ പോകുന്നില്ല, തങ്കച്ചി ഒരു പ്രത്യേക ടൈപ്പാണ്, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആ വീട് വീണ്ടും തിരിച്ചു കിട്ടുമെന്നുള്ള ആ ഒരു മോഹമൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ നിരഞ്ജൻ്റെ അമ്മ പറയാണ് അവർക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ ഈശ്വര എന്ന് പറയുമ്പോൾ അതിന് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് പറഞ്ഞ് അവരെക്കുറിച്ച് കുത്തി നോവിച്ചുള്ള വാക്കുകൾ പറഞ്ഞിട്ടാണ് അഹങ്കാരത്തോടു കൂടി പൊന്നുമേനും അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് ശരത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരികയാണ്. ആ സമയത്ത് ദേവികയാണ് ശരത്തിന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത്. അത് കാണുമ്പോൾ ശരത്ത് തന്നെ അതിശയിച്ചു പോവുകയാണ്. അപ്പോൾ ശരത്ത് ദേവിക വിളമ്പി കൊടുക്കുന്നത് കാണുമ്പോൾ നിനക്കെന്താ എന്നോടുള്ള മനോഭാവം മാറിയോ, ഞാൻ പറഞ്ഞതൊക്കെ ഏറ്റോ, നിനക്കെന്താ എന്നെ പേടിയായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേടാ നിന്നെ എനിക്ക് പേടിയായി, അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇതൊക്കെ വിളമ്പി തരുന്നത് എന്ന് പറഞ്ഞ് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുമ്പോൾ ശരത്ത് പറയണേ ഞാൻ ആഗ്രഹിച്ചതുപോലത്തെ കാര്യങ്ങളാണ് നീ ഇപ്പോൾ ചെയ്തു വരുന്നത് എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും ഇത് കണ്ടുകൊണ്ട് മുത്തശ്ശിയും പാർവതി അവിടേക്ക് വരികയാണ്. അപ്പോൾ അവരങ്ങ് അതിശയിച്ചു പോവാണ് ശരത്തിന് ദേവിക വിളമ്പി കൊടുക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ പാർവതി പറയണേ നീ എന്താ ശരത്തിന് വിളമ്പി കൊടുക്കുന്നത്, നീയൊന്നും വിളമ്പി കൊടുക്കണ്ട, അതിന് ഞങ്ങൾ ഇവിടെയുണ്ട്, നീയും ശരത്തിന് വിളമ്പി കൊടുത്തോളും, അതിന് നിന്റെ സഹായമൊന്നും വേണ്ട എന്ന് പറയട്ടോ. അത് കേട്ടും കൊണ്ടാണ് അവിടേക്ക് മനോഹരം വരുന്നത്. അപ്പോൾ മനോഹരം പറയണേ എന്തിനാ മോളെ നീ ഇതിനൊക്കെ നിന്നത്, നീ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ദേവിക പറയണേ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല അച്ഛാ, ഭക്ഷണം വിശന്ന് വരുന്നവർക്ക് വിളമ്പി കൊടുക്കുന്നത് ഒരു പുണ്യകർമ്മമല്ലേ, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ മനോഹരം പറയണേ പാത്രം അളഞ്ഞേ വിളമ്പാവൂ എന്നുള്ളത് ആ ചൊല്ലു നീ കേട്ടിട്ടില്ലേ, ഇവൻ ഒരു തരത്തിലും അർഹതയില്ലാത്തവനാണെന്ന് പറയുമ്പോൾ പാർവതിയും മുത്തശ്ശിയും പറയണം മനോഹര നീ എന്താണ് ഈ പറയുന്നത്, നമ്മുടെ നിത്യകുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനാണ് ശരത്ത്, നീ കുറച്ച് സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറയുമ്പോൾ അതിന് ഇവന് ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് വേണ്ടേ എൻ്റെ മോളെ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതിയോ എന്ന് ചോദിക്കേട്ടോ പാർവതി. അപ്പോൾ മനോഹരം പറയണേ ഞാൻ അവളുടെ അച്ഛനാണെങ്കിൽ ഞാൻ തന്നെയാണ് തീരുമാനിക്കുക, അവളും ഇവനും തമ്മിലുള്ള ഒരു വിവാഹവും നടക്കാൻ പോകുന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ ദേവിക പറയണേ എന്തിനാ അച്ഛ ഇവിടെ വഴക്കുണ്ടാക്കുന്നത്, വിവരമില്ലാത്തവർ അങ്ങനെ പലതും പറയും എന്നങ്ങ് പറഞ്ഞതോടുകൂടി പാർവതിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. ആരാടി വിവരമില്ലാത്തവൾ എന്ന് ചോദിക്കും. അയ്യോ അമ്മേ ഞാൻ അമ്മയെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് പറയുമ്പോൾ ശരത്ത് പറയണം അത് എന്നെ ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായി, എന്നെ പറഞ്ഞാൽ മതിയല്ലോ, ഞാൻ നിങ്ങളുടെയൊക്കെ ആട്ടും തുപ്പും കൊണ്ട് ഇവിടെ നിൽക്കുന്നത് കൊണ്ടല്ലേ എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ശരത്തിനോട് പറയണ ദേവിക നീ കൂടുതലൊന്നും പറയാതെ ശരത്തെ നീ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്ക്, ഇനി ഇങ്ങനെ ഒരു അവസരം നിനക്ക് കിട്ടിയില്ലെങ്കിലോ എന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ദേവികയുടെ ആ ഒരു അർത്ഥം വെച്ച പറച്ചിൽ കേട്ട് ശരത്തിനും പാർവതിക്കും മുത്തശ്ശിക്കും ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. അങ്ങനെ ദേവിക അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് ശരത്ത് ഭക്ഷണം കഴിച്ച് ദേവികയുടെ അടുത്ത് വന്ന്
എന്ന് പറയണേ എന്താണെന്നറിയില്ല, ഇന്ന് ദേവിക വിളമ്പി തന്നത് കൊണ്ടാണെന്ന് ആഹാരത്തിനൊക്കെ വല്ലാത്ത ഒരു രുചിയായിരുന്നു. എന്തുപറ്റി നിന്റെ ഈ മനം മാറ്റത്തിന് എന്ന് ചോദിക്കുമ്പോൾ ദേവിക വീണ്ടും പറയണേ ഞാനതിന് മാറിയെന്ന് നിന്നോട് ആരാടാ പറഞ്ഞത് ശരത്തെ എന്ന് ചോദിക്കട്ടെ. ഇതൊക്കെ ഒരു അവസാന ശ്രമമല്ലേ എന്ന് പറയുമ്പോൾ അതെന്താ നീ ഓരോ വാക്കുകൾ പ്രയോഗിക്കുമ്പോഴും അതിലൊക്കെ ഒരു അർത്ഥം വെച്ച് പറയുന്നുണ്ടല്ലോ, എന്താണത് എന്ന് നീ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ, നീ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ എന്ത് പ്ലാൻ ചെയ്യാനാ, അതിനുള്ള ശേഷി എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് അപ്പോൾ എപ്പോഴേ ചെയ്തേനെ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഞാനും നിന്നോട് പറയുന്നത്, നിനക്ക് അതിനുള്ള ഒരു കഴിവുമില്ല എന്ന്. അതുകൊണ്ട് നിനക്ക് എൻ്റെ ഭാര്യയായി ജീവിച്ചൂടെ, നിനക്ക് രാജ്ഞിയെ പോലെ ജീവിക്കാമെന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് രാജ്ഞിയായി ജീവിക്കാനേ ഒരു താല്പര്യവുമില്ല, ഞാനൊരു സാധാരണക്കാരിയായി ജീവിക്കാനാണ് എനിക്കിഷ്ടം എന്ന് പറയട്ടോ. അപ്പോൾ ശരത്ത് പറയണേ നിനക്ക് എന്തിനാണ് ഇവിടുത്തെ ആട്ടും തുപ്പും കേട്ട് ജീവിക്കേണ്ട വല്ല ആവശ്യവുമുണ്ടോ, നിനക്ക് എൻ്റെ ഭാര്യയായിട്ട് സന്തോഷത്തോടു കൂടി ജീവിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എന്നെ അങ്ങ് കല്യാണം കഴിച്ചൂടെ, ഈ വീട്ടിൽ ഒരു മാസം കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ നീ എങ്ങനെയാണ് ജീവിക്കുക എന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയണേ പിച്ചയെടുത്താലും നിനക്ക് ഞാൻ കഴുത്ത് നീട്ടി തരില്ലടാ, നിനക്ക് ഞാൻ ഭക്ഷണം വിളമ്പി തന്നില്ലേ, നീ അത് നല്ല രുചിയുണ്ട് എന്ന് പറഞ്ഞില്ല, അത് നിൻ്റെ അവസാനത്തെ ഭക്ഷണമാണ് എന്ന് പറയട്ടോ. നീ ഇനി എത്രയും പെട്ടെന്ന് മരിക്കാൻ ഒരുങ്ങിക്കോടാ എന്നും പറഞ്ഞിട്ടാണ് ദേവിക അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ശരത്ത് തന്നെ അന്തം വിടുകയാണ്, ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇവൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഭാവത്തിൽ ഒരു സംശയത്തോട് കൂടിയിട്ടാണ് ശരത്ത് ദേവിക പോകുന്നത് നോക്കി നിൽക്കുന്നത്. പിന്നീട് നിരഞ്ജൻ പറഞ്ഞ പ്രകാരം തന്നെ ഇരുട്ടും പരുന്തും സ്വാമിയെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി സ്വാമിയുടെ നാട്ടിലെത്തുകയാണ്. എന്നിട്ട് അവിടെ ഒരു ജോലിക്കാരുടെ വേഷത്തിൽ അവർ ജോലിക്ക് വേണ്ടി വരികയാണ്. അവിടെ എന്ത് ജോലിയും ചെയ്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ സ്വാമിയുടെ ആ ഒരു താവളത്തിൽ ചെന്ന് ഇരുട്ടും പരുന്തും ജോലിക്ക് കയറുകയാണ്. എന്നിട്ട് നിരഞ്ജനെ വിളിച്ച് കാര്യം പറയാണ്, എത്രയും പെട്ടെന്ന് സ്വാമിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മനസ്സിലാക്കി നിരഞ്ജൻ സാറിനെ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കണം. എന്നിട്ട് നിരഞ്ജനും അക്ഷരയും കൂടി ജയശങ്കറിൻ്റെ അടുത്തേക്ക് ചെല്ലണ്. അപ്പോൾ അപ്പച്ചി കൂടെ ഉണ്ടാവും. എന്നിട്ട് ചോദിക്കുകയാണ് എന്തായി വീട് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു വാടക വീട് റെഡി ആയിട്ടുണ്ട് എന്ന് പറയട്ടെ. അത് കേട്ടപ്പോൾ ജയശങ്കർ ഒന്ന് പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ അപ്പച്ചി ചോദിക്കുന്നുണ്ട് എന്തിനാണാവോ ഇങ്ങനെ കളിയാക്കിയിട്ട് പുഞ്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല കാള പറ്റൂ എന്ന് കേട്ടപ്പോഴത്തേന് നിങ്ങൾ കയറെടുക്കുന്നത് കണ്ട് ചിരിക്കുന്നതാണ് എന്ന് പറയണേ. അപ്പോൾ അക്ഷര പറയണേ ഇതിനൊക്കെ കാരണം ആ സ്വാമിയാണ്, ആടിയെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ആ സ്വാമിയാണ്, സ്വാമിയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കുമെന്ന് പറയുമ്പോൾ ജയശങ്കർ ചോദിക്കണം അല്ല നിങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയല്ലോ, ഇതുവരെയും ഒന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് സ്വാമിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും കിട്ടും, കോട്ട് ഇട്ട സ്വാമിയാണോ യഥാർത്ഥത്തിൽ അതോ ഈ സ്വാമിക്ക് വേഷം കെട്ടി നടക്കുന്ന സ്വാമിയാണോ യഥാർത്ഥത്തിൽ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും എന്ന് പറയുമ്പോൾ സ്വാമിയെക്കുറിച്ച് കേട്ടപ്പോൾ ജയശങ്കർ പറയാണ് നിങ്ങൾ മനസ്സിൽ കരുതുന്നതും നിങ്ങൾ കണ്ടതും ഒന്നുമല്ല, സ്വാമി ഒരു പാവമാണ്, ഒന്നും പ്രതീക്ഷിക്കാതെയാണ് സ്വാമി എൻ്റെ കൂടെ നിൽക്കുന്നത്, അതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, ഇന്നല്ലെങ്കിൽ നാളെ സ്വാമി ആരാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും, സ്വാമി ഒരു മഹാപാവമാണ് എന്ന് പറഞ്ഞ് സ്വാമിയെക്കുറിച്ച് തന്നെയാണ് ജയശങ്കർ വീണ്ടും പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ അക്ഷരയും നിരഞ്ജനും അങ്ങ് അതിശയിച്ചു പോവാണ്, ഈ അച്ഛന് എത്ര പറഞ്ഞാലും മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. പിന്നീട് നിരഞ്ജൻ ദേവികയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറയാണ് നീ എന്തുകൊണ്ടാണ് ഇനി കല്യാണത്തിന് സമ്മതിക്കാത്തത്, ചന്ദ്രലേഖ പോലും നിങ്ങളുടെ കല്യാണത്തിന് സമ്മതിച്ചു, ഇനിയെങ്കിലും നിനക്ക് സിദ്ധവുമായിട്ടൊരു ജീവിതം ദേവിക നീ അതിന് സമ്മതം മുളിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ദേവിക വീണ്ടും പറയണ ഇല്ല എനിക്കതിന് കഴിയില്ല, ഞാൻ അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന് പറയുമ്പോൾ നിനക്കൊരു ജീവിതം വേണ്ട ദേവിക എന്ന് പറയുമ്പോൾ ഒരു ജീവിതവും എനിക്ക് വേണ്ട, ഞാൻ ഇപ്പോഴാണ് ജീവിക്കുന്നത്, എൻ്റെ സുധിയേട്ടൻ്റെ ഓർമ്മയുണ്ട് എൻ്റെ കൂടെ, അത് മാത്രം മതി, അല്ലാതെ ഞാൻ സിദ്ധവുമായിട്ടൊരു വിവാഹത്തിന് ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. അപ്പോഴത്തേക്കും അക്ഷര വരികയാണ്. എന്നിട്ട് അക്ഷര ദേവികയുമായി സംസാരിക്കുകയാണ്, നിനക്ക് ഈ തീരുമാനത്തിൽ നിന്നൊന്ന് പിന്തിരിഞ്ഞൂടെ, ഇനിയെങ്കിലുമായിട്ടൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയണേ ഇതുവരെയും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല, ഇനി നാളെ എങ്ങനെയാണ് എൻ്റെ തീരുമാനം വരിക എന്നെന്ന് എനിക്കറിയില്ല, ആ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. പിന്നീട് ദേവിക അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ശരത്ത് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് എന്താണാവോ ദേവിക മേഡം ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്, എന്താണ് ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്. ദേവിക ശരത്തിനെ കണ്ടതോടുകൂടി അങ്ങ് പുഞ്ചിരിക്കുമ്പോൾ എന്താടി നീ എന്നെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നത്, സാധാരണ നീ എന്നോട് ഇങ്ങനെയല്ലല്ലോ പെരുമാറാറുള്ളത്, എന്താടി നിൻ്റെ മനസ്സിൽ നീ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ, നിൻ്റെ സംസാരത്തിലും എന്തൊക്കെയോ ഒരു മുന വെച്ച് സംസാരിക്കുന്നത് പോലെയുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ എന്താ അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ചോ, നിനക്ക് എല്ലാം കണ്ടുപിടിക്കാൻ കഴിവുള്ളവനല്ലേ എന്ന് പറയുമ്പോൾ ഞാനേ നിൻ്റെ ഈ ചിരി അത് കരച്ചിലാക്കി കാണിച്ചു തരണോടി എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒന്ന് കാണിച്ചു താ, എന്നിട്ട് യഥാർത്ഥത്തിൽ ആരാണ് കരയുന്നത് എന്നുള്ളത് നീ തന്നെ ഒന്ന് കാണ് എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ശരത്ത് പോകുന്ന സമയത്തൊക്കെ ദേവിക ഓരോ വാക്കുകളും അർത്ഥം വെച്ച് പറയുമ്പോൾ നിനക്ക് ഇനി അവസാന നാളുകളാണ് എന്ന് പറയുമ്പോൾ നീ എന്താ എന്നെ ഇവിടെ നിന്നും ഒഴിവാക്കാനുള്ള പ്ലാൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ എങ്കിൽ നീ ഒന്ന് ഓർത്തോ, ഞാൻ ഒരിക്കലും ഇവിടെ നിന്നും
പോവില്ല, നിൻ്റെ മുന്നിൽ ഇതുപോലെ തന്നെ ഉണ്ടാകുമെടി എന്ന് ശരത്ത് തിരിച്ചും ദേവികയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ബൈക്ക് എടുത്ത് പുറത്തു പോകുന്നത്. അപ്പോൾ ശരത്ത് ബൈക്ക് എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ദേവികയും നിത്യയും കൂടി ശരത്തിൻ്റെ ബൈക്കിൻ്റെ ബ്രേക്കൊക്കെ പൊട്ടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ശരത്ത് ഇനി ബൈക്ക് ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ശരത്ത് മരിക്കുമെന്നുള്ള പ്ലാനാണ് ദേവികയുടെയും നിത്യയുടെയും മനസ്സിലുള്ളത്. അങ്ങനെ ശരത്ത് ബൈക്ക് ഓടിച്ചു പോകുന്ന സമയത്താണ് ബ്രേക്ക് ഇല്ല എന്നുള്ള കാര്യം ശരത്തിന് മനസ്സിലാകുന്നത്. അതോടുകൂടി ശരത്ത് ഒരു മരത്തിൻ്റെ മുകളിൽ ബൈക്ക് കൊണ്ടുപോയി ഇടിക്കുകയാണ്. എന്നിട്ട് ആശുപത്രി ആവുകയാണ് കേട്ടോ. അപ്പോൾ നേരെ ഐസിയുവിനകത്തേക്ക് കയറ്റുകയാണ്. അപ്പോൾ ശരത്തിൻ്റെ പോക്കറ്റിൽ നിന്നും മൊബൈൽ കിട്ടിയതിൽ ആ നമ്പറിൽ നിന്നും പ്രഭാവതിയെ ഫോൺ വിളിച്ച് സിസ്റ്റർ കാര്യം പറയണം, ഞങ്ങളിങ്ങനെ ഇന്ന ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്, ഈ ഫോൺ നമ്പറിൽ നിന്നാണ് എനിക്ക് ഈ നമ്പർ കിട്ടിയത്, നിങ്ങളുടെ ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രഭാവതി അങ്ങ് ഞെട്ടിപ്പോണ്. എൻ്റെ മോൻ ശരത്താണല്ലോ, ശരത്തിനിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇന്ന ഹോസ്പിറ്റലിലേക്ക് വാ എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കാൻ കേട്ടോ. അങ്ങനെ പ്രഭാവതി ടെൻഷനോട് കൂടിയിട്ട് എൻ്റെ മോൻ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാതെയാണ് കേട്ടോ. പ്രഭാവതി സങ്കടത്തിൽ അങ്ങ് മനോഹരനെ ഫോൺ വിളിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞോ, എൻ്റെ മോൻ ആശുപത്രിയിലാണ് എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുകയാണ്. അതോടുകൂടി മനോഹരൻ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അപ്പോൾ നിത്യയും ദേവികയും ഈ ഒരു കോള് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മനോഹരൻ ഈ കോള് കണ്ടതോടുകൂടി നിത്യദേവികയോട് പറയണ, നമ്മൾ പ്രതീക്ഷിച്ച കോള് തന്നെയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ പ്രഭാവതി പറഞ്ഞ കാര്യം കേട്ട് മനോഹരൻ ഞെട്ടിപ്പോവണേ. എന്നിട്ട് ഫോൺ വെച്ച ശേഷം ദേവികയും നിത്യയും പറയണേ, അവൻ്റെ മരണം അത് ഞങ്ങൾ തന്നെയാണ് പ്ലാൻ ചെയ്തത് എന്നുള്ള കാര്യമൊക്കെയാണ് ഇനി മനോഹരനോട് ദേവികയും നിത്യയും പറയുന്നത്. അപ്പോൾ ശരത്തിന് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് വന്നതിൻ്റെ പിറകിൽ ദേവികയും നിത്യയുമാണെന്ന് മനോഹരനെ കൂടി അവരറിയിക്കുകയാണ്. അങ്ങനെ ശരത്തിനെ കാണാൻ വേണ്ടി മനോഹരനൊക്കെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഐസിയുവിനകത്ത് ശരത്ത് കുറച്ച് സീരിയസ് ആയിട്ടാണ് ഉണ്ടാവുക. പക്ഷേ ശരത്തിനൊന്നും സംഭവിക്കില്ല, ശരത്ത് തിരിച്ചു വരും. അപ്പോൾ ശരത്ത് ഇനി പ്രഭാവതിയോട് പിന്നീടാണ് പറയുക, ഇതിൻ്റെയൊക്കെ പിറകിൽ ആ ദേവികയാണ്, ദേവിക എന്നോട് ഇങ്ങനെ അർത്ഥം വെച്ച് സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഇനി പ്രഭാവതിയെ അറിയിക്കുക. അപ്പോൾ ആ ഒരു എപ്പിസോഡിനൊക്കെ കുറച്ചുകൂടി കഴിയും. അതുവരെ ശരത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തിയത് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പ്രഭാവതി ഒരുങ്ങുന്നത്.